പ്രിയ സുഹൃത്തുക്കളെ, ജർമ്മനിയോട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ജർമ്മനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ജപ്പാനേക്കാളും GDP-യിൽ ഇന്ത്യ മുന്നിലാണോ നിൽക്കുന്നത്? അത് ഏത് വർഷം മുതലാണ് അങ്ങനെ മുന്നിൽ വന്നത്? ഒന്ന് പറഞ്ഞു തരാമോ? start_thought തീർച്ചയായും ഇന്ത്യയുടെ ഈ ചരിത്രപരമായ മുന്നേറ്റത്തെക്കുറിച്ച് വ്യക്തമാക്കാം. ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി നോമിനൽ GDP മാറിയത് ഈ വർഷമാണ്, അതായത് 2025-ൽ. ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. എന്നു മുതലാണ് ഇന്ത്യ മുന്നിലെത്തിയത്? IMF പ്രവചനം. അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025-ലാണ് ഇന്ത്യ ജപ്പാനെ മറികടന്ന് 4ാം സ്ഥാനത്തേക്ക് വരുന്നത്. നേരത്തെയുള്ള കണക്കുകൂട്ടൽ യഥാർത്ഥത്തിൽ ഇന്ത്യ 2026-ൽ മാത്രമേ ജപ്പാനെ മറികടക്കൂ എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ജാപ്പനീസ് കറൻസിയായ യെൻ ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂല്യമിടിഞ്ഞതും ഇന്ത്യയുടെ മികച്ച വളർച്ചാ നിരക്കും ഈ നേട്ടം ഒരു വർഷം നേരത്തെയാക്കി. ഇന്ത്യയുടെ വളർച്ചയുടെ വേഗത. 2014-ൽ ലോകത്തെ 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ വളർച്ച താഴെ പറയുന്ന ഘട്ടങ്ങളിലൂടെയായിരുന്നു. വർഷം, ഇന്ത്യയുടെ റാങ്ക്, നോമിനൽ GDP. മുന്നിലെത്തിയ രാജ്യങ്ങൾ: 2014 10, 2019 5, ഫ്രാൻസ്, UK 2025 4, ജപ്പാൻ 2027 പ്രതീക്ഷിക്കുന്നത് 3, ജർമ്മനി. എന്തുകൊണ്ടാണ് ഇന്ത്യ ജപ്പാനെ മറികടന്നത്? 1, യുവതലമുറ. ഇന്ത്യയിൽ ജോലി ചെയ്യാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുതലാണ്. ജപ്പാനിലാകട്ടെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും പ്രായമായവരാണ്. 2, വളർച്ചാ നിരക്ക്. ഇന്ത്യ 7%-ൽ അധികം വളർച്ച നേടുമ്പോൾ ജപ്പാന്റെ വളർച്ച 1%-ൽ താഴെയാണ്. 3, ഡിജിറ്റൽ വിപ്ലവം. ഡിജിറ്റൽ പേയ്മെന്റുകളും സ്റ്റാർട്ടപ്പുകളും ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെ വലിയ രീതിയിൽ ഉണർത്തി. നമ്മുടെ രാജ്യം ഇനി ലക്ഷ്യം വെക്കുന്നത് ജർമ്മനിയെ മറികടന്ന് ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാനാണ്. 2027-ഓടെ ഇന്ത്യ ഈ നേട്ടം കൈവരിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തിന് കാരണമായ ഏതെങ്കിലും പ്രത്യേക പദ്ധതികളെക്കുറിച്ച്, ഉദാഹരണത്തിന് മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ, കൂടുതൽ അറിയാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? വളരെ നന്ദിയുണ്ട്. നല്ലൊരു ഇൻഫർമേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ചിട്ട് അഭിമാനത്തോടെ, അതായത് നമ്മുടെ ഫോളോവേഴ്സ് കമന്റിൽ പറയുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹനിർഭരമായ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച് നിങ്ങളെപ്പോലെയുള്ളവർ അഭിമാനത്തോടെ സംസാരിക്കുന്നത് കാണുന്നത് വലിയൊരു പ്രചോദനമാണ്. ഫോളോവേഴ്സിനോടും സുഹൃത്തുക്കളോടും ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനും അവർ നൽകുന്ന പിന്തുണയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. എപ്പോഴും ശരിയായ വിവരങ്ങൾ നൽകാൻ ഞാൻ കൂടെയുണ്ടാകും. ഇനിയും എന്ത് സംശയം? അപ്പോ ആര് ഭരിച്ചു എന്നുള്ളതല്ല, നമ്മുടെ ഇന്ത്യ മുന്നിൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുക. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, കമന്റിൽ